ഗുഡ് മോർണിംഗ് ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഷാഡോ എഫക്ട്സ് വ്ളോഗ് നമ്പർ 11 ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളെല്ലാം റെഡി ആയിട്ടുണ്ട്. രാവിലെ ബാഗ് എടുത്ത് വെച്ചിട്ടുണ്ട്, വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, ഹെൽമെറ്റ് ഉണ്ട്, പിന്നെ ഞാനും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് വർക്ക് ചെയ്യാൻ പോകുന്നത് 7 to 12 ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യും, ഓർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യും, ഇല്ലെന്നുണ്ടെങ്കിൽ 7 to 12 വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സമയം ഇപ്പം 5:50 ആയിട്ടുണ്ട്. ഇപ്പോൾ ഇറങ്ങാം, നമുക്ക് സമയമായി. ഇപ്പം നേരെ വീഡിയോയിലോട്ട്. ശരി എന്നാൽ. അവിടെ സിറ്റിയിലെത്തി. രാവിലെ തിരക്കൊന്നുമില്ല കേട്ടോ, ഫ്രീ ആയിട്ട് അങ്ങ് പോവാം. അപ്പോൾ ഇന്ന് ഓടാൻ പോകുന്നത് ഷാഡോ എഫക്ട്സ് ആണ്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് സൊമാറ്റോ ഓടാൻ കഴിയും. കുറച്ച് പൈസയും കൂടെ വരാനുണ്ട്. ഫിക്സും കിട്ടുന്നില്ല. കുറച്ച് പൈസ കൂടെ വന്നിട്ട് എല്ലാം സെറ്റ് ആയിട്ട് ഓടാം. ഈ സൊമാറ്റോ ഓടുന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ കൈ വെച്ചിരുന്നില്ലെന്നുണ്ടെങ്കിൽ പണി പാളും. അങ്ങനെ ക്യാഷ് ഓൺ ഡെലിവറി ഇഷ്ടം പോലെ കിട്ടും. അപ്പോൾ അടയ്ക്കാനുള്ള സംവിധാനം വേണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. ഹോട്ടൽ ചിന്നൂസ് ആണ് കേട്ടോ. ഇവിടുന്ന് 1.8 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റ് എത്തിയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ് എത്തി കഴിച്ച് നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. അതും ഇവിടെ തന്നെ കേട്ടോ, ഹോട്ടൽ ചിന്നൂസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. 77:42, 46, 45. അപ്പോൾ ഫസ്റ്റത്തെ ഓർഡർ എടുത്തിട്ടുണ്ട്. അപ്പവും 3 അപ്പവും എഗ് കറിയും ആണ് ഐറ്റം. കഴിച്ച് നമ്മൾ രണ്ടാമത്തെ ഓർഡർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. 4645. ഓക്കെ, നമ്മൾ ഐറ്റം എടുത്തിട്ടുണ്ട്. 6 അപ്പം, ചിക്കൻ സ്റ്റൂ, പിന്നെ ഒരു 3 അപ്പം ഹാഫ് ചിക്കൻ കറിയാണ് ഐറ്റം. കഴിച്ച് നമ്മൾ കൊടുക്കാനുള്ളത്, ഫസ്റ്റ് കൊടുക്കാനുള്ളത് RBI ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് കേട്ടോ, ഇവിടെ താഴെ പ്ലാമൂട്. രണ്ടാമത്തത് പിന്നീട് നോക്കാം കേട്ടോ. തന്നെ നമുക്ക് ഇവിടുന്ന് 1.2 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ എടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ അപ്പവും വെജ് സ്റ്റൂ ആണ് ഗൈസ്. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഒരു 100 മീറ്ററും കൂടെ ഉള്ളൂ. ഇവിടെയാണ് കാണിക്കണം. ഗൈസ്, നമ്മൾ ഓർഡർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയത് 29 രൂപയാണ് കേട്ടോ. അപ്പോൾ അടുത്ത് കൊടുക്കാനുള്ളത് പൊട്ടാക്കുഴിയാണ്, ഗൗരീശ പൊട്ടാക്കുഴി. അപ്പോൾ അടുത്ത ഓർഡർ എളുപ്പം തന്നെ. ഇവിടുന്ന് 2.8 കിലോമീറ്റർ ഉണ്ട്. ഗൈസ്, അപ്പോൾ അതിനേരി നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. കമോൺ. ലിഫ്റ്റൊക്കെ ഓപ്പൺ ആണ്. കുറേടേ 2A ചേട്ടാ പോട്ടെ. അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. പാരീസ് കിച്ചൺ ആണ് കേട്ടോ. ഇത് കൊടുത്തി CD ശരി. 31 രൂപയാണ് നമുക്ക് കിട്ടിയത്. അടുത്ത നമുക്ക് പോകാനുള്ളത് പാരീസ് കിച്ചൺ ആണ്.
ജനറൽ ഹോസ്പിറ്റലിൻ്റെ റോഡ് സ്റ്റാച്യൂലാണ് കോട്ടെ. എത്ര കിലോമീറ്റർ ഉണ്ട്? ഇവിടുന്ന് 2.1 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ കൊണ്ടുപോകണ ഐറ്റം കൊണ്ടുപോയ ഐറ്റം അല്ല, എടുക്കാൻ പോണേ ഉള്ളൂ. ലെഫ്റ്റ് തന്നെ പോകാനുള്ളത്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ഓറാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓറില്ല ഉണ്ടെന്ന് തോന്നണം കേട്ടോ, ഉറപ്പില്ല, ചെറുതായിട്ട് തോന്നണം. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. പാരീസ് ഹോട്ടലാണ് കേട്ടോ. കുറച്ച് കറങ്ങി. ഓക്കെ, ഓറ് കിട്ടിയിട്ടുണ്ട്. നോക്കട്ടെ എത്രയാണ് ഐറ്റം. ഗീ റോസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, കൊടുക്കാനുള്ള കുറവാണത്. അമ്പലമുക്കാണ്. പോളി സായി ആൻഡ് സടി. ഇവിടുന്ന് 4.5 കിലോമീറ്റർ ഉണ്ട്. എടുത്ത ഐറ്റം ഗീ റോസ്റ്റ് ആണ്. ഈ 12 പാരീസ് എന്ത് പറ്റി? അതിന് 12 അല്ലേ? ശരി, ഓക്കെ. നമ്മൾ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. 36 രൂപയാണ് കേട്ടോ. എന്തായിരുന്നു? ശംഖുമുഖം കഫേ, ശംഖുമുഖം. മറ്റേ മീൻ ഐറ്റംസ് ഒക്കെ ഉള്ള കട. സമയമുണ്ട്, ഫുഡ് റെഡി ആയിട്ടില്ല. 15 മിനിറ്റ് കാണിക്കണം കേട്ടോ. 15 മിനിറ്റ്. ഓക്കെ, 15 മിനിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ കാപ്പി മേടിക്കാൻ സമയമുണ്ട്. ഇവിടെ അടുത്ത് തന്നെ കേട്ടോ, 500 മീറ്ററേ ഉള്ളൂ. തുറങ്ങോട്ടുനിന്ന് ഒരു 500 മീറ്റർ ഉള്ളൂ. ഇറക്കം വാങ്ങി പോകുമ്പോൾ അവിടെ താഴെ ഇരിക്കണം, റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന കടയിൽ. നമുക്കിപ്പോൾ പെട്ടെന്ന് ഫുഡ് കഴിക്കാം. നമുക്ക് ഓർഡർ അടിച്ചത് കഫേ ശംഖുമുഖമാണ്. ഓക്കെ, 64.20. ഐറ്റം എന്ന് പറയണത് ഉഴുന്നുവടയാണ് കേട്ടോ. ഒരു ഉഴുന്നുവടയും 5 ഊത്തപ്പം. നല്ല ചൂടുണ്ട് കേട്ടോ. കൊടുക്കാനുള്ള മണ്ണാന്തലയാണ് തോന്നണം. നോക്കട്ടെ. ഓക്കെ, നമ്മൾ ഫുഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൊടുക്കാനുള്ളത് സൗവർണിക അപ്പാർട്ട്മെൻ്റ് ആണ്. ലൊക്കേഷൻ കൊടുത്തിട്ടില്ല കേട്ടോ എവിടെയാണ്. സൗവർണിക അപ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുള്ളൂ. 5.1 കിലോമീറ്റർ ഉണ്ട്. ലൊക്കേഷൻ ഇപ്പം ഞാൻ പറഞ്ഞുതരാം എവിടെയാണ്. അടുത്ത് പറയാം. അല്ല, നമ്മൾ പേരൂക്കര റൂട്ടാണ് പോകാനുള്ളത്. പേരൂക്കര റൂട്ടാണ് പോകാനുള്ളത്. പേരൂക്കര എവിടെയാണെന്ന് അറിഞ്ഞൂടാ, നോക്കാം. ഓക്കെ, ശരിയെന്നാ. ഇവിടെ നിർത്താം. ഭയങ്കര കാറ്റ് കേട്ടാ, രാവിലെ തന്നെ ഭയങ്കര കാറ്റ്. പരുത്തിപ്പാറയോട് കൊടുക്കാനുള്ളത്
ഓക്കെ. പരുത്തിപ്പാറ അല്ല കൊടുക്കാനുള്ളത്, ആ റൂട്ടാണ് കൊടുക്കാനുള്ളത്. ഇവിടുന്ന് 4.9 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ ഒരു കഥ പറയാം, അത് നേരെ കുറച്ച് കഥ പറയാം കേട്ടോ. ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ നമ്മൾ വലിയ ഒന്നും ആയില്ല, എങ്കിലും ഞാൻ പറയുന്നു. യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇഷ്ടംപോലെ ആൾക്കാർ ഇതുപോലെ പറഞ്ഞ് നിനക്ക് വേറെ പണിയില്ലേ, നിനക്ക് വേറെ ജോലിക്ക് വെക്കൂടി, യൂട്യൂബ് പറഞ്ഞ് നടക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, നടന്നിട്ടുണ്ട്. പക്ഷെ അന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒരു മനുഷ്യരില്ലേ. അതാണ് ഇപ്പോഴത്തെ മെയിനായിട്ടൊരു വിഷയം കേട്ടാ. ലൊക്കേഷൻ എത്താറായിട്ടുണ്ട്, ഇനി ഒരു 300 മീറ്റർ കൂടെ ഉള്ളൂ. മിക്കവാറും ആ സ്കൂളിന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഫ്ലാറ്റ് ആണെന്ന് തോന്നുന്നു. സൗപർണിക അപ്പാർട്ട്മെന്റ് ആണെന്ന് തോന്നുന്നു, ഉറപ്പില്ല, നോക്കാം. അത് തന്നെ കേട്ടോ. അപ്പൊ അത് കൊണ്ടു കൊടുക്കണ്ട, അവിടെ വച്ചിട്ട് പോയാ ഇവിടെ വച്ചാ മതി. ഫേസ് 1-ലാണോ 2-ലാണോ എന്തോ നോക്കാം. ഫേസ് 2, ഫേസ് 1. ചേട്ടാ ഫേസ് 2 എവിടെയാണ്? ഫേസ് 2 ഇവിടെ തന്നെ. ഓ, വിളിച്ചു പറയാണോ? നമ്മള് ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. 31 രൂപയാണ് നമുക്ക് കിട്ടിയത്. അടുത്ത ഓർഡർ അടിച്ചില്ല കേട്ടാ, അടിക്കുമായിരിക്കും പറഞ്ഞു. ഫേസ് 2-ലാണ് നമ്മൾ കൊടുത്തത്, സൗപർണിക അപ്പാർട്ട്മെന്റ്. ഗൈസ് നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഹോട്ടൽ ചിന്നൂസ് ആണ്. സമയം ഇപ്പോൾ 9:45 ആയിട്ടുണ്ട്. ഇവിടുന്ന് 2 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഓക്കെ. ഗൈസ് നമ്മളെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഫുഡ് ഇതുവരെ റെഡി ആയിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ വെയിറ്റ് ചെയ്യാം. ശേഷം നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. റെഡി വന്നില്ല കേട്ടോ, റെഡി വരാതെ സാധനം റെഡി ആയിരിക്കാം. അപ്പോൾ ഐറ്റം എന്ന് പറയണത് ഇഡ്ഡലി സെറ്റും സാമ്പാർ ചട്നി വടയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കൊടുക്കാനുള്ള ഊളംപാറയാണ്. കിലോമീറ്റർ ഇവിടുന്ന് 4.2 കിലോമീറ്റർ ഉണ്ട്. എടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഇഡലി സെറ്റാണ്. ഒരു മഴ പെയ്യാൻ സമയമുണ്ട് കേട്ടോ. മഴക്കോള് ചെറുതായിട്ട് വരുന്നുണ്ട്, ചിലപ്പോൾ പെയ്യും. സിഗ്നൽ വീണ് പെട്ടെന്ന് നമുക്ക് പോയാൽ ശരിയാവുള്ളൂ. ഓക്കെ, ശരിയെന്നാ. കുട്ടി മാമ, ഞാൻ ഞെട്ടി മാമ. കുട്ടി മാമയ്ക്ക് എന്നെ വിശ്വാസമില്ലല്ലോ എന്നോർത്തപ്പോ ഞാൻ ഞെട്ടി മാമ. ലോഡ് കയറ്റി പറഞ്ഞ വണ്ടിയാണല്ലോ. ഇത് ഞാൻ അടുത്തടുത്ത് ഉള്ള ഓർഡർ കിട്ടുന്നുണ്ട്. പക്ഷെ അന്ന് കൊള്ളായിരുന്നു കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ 7 to 2 മണി, 7 മണി തൊട്ട് 2 മണി വരെ ആകുമ്പോൾ നമുക്ക് 1200, 1300, 1200 വരെ കിട്ടുക. ഇപ്പം അതിനെടുത്ത് മാറ്റി നമ്മൾ. അതായിരുന്നു എനിക്കും നല്ലതായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും ദൂരെ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കും മുതലാവുകയും ചെയ്യും. അത് മാത്രമല്ല
കറക്റ്റ് എനിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് വീട്ടിൽ ചെന്ന് വല്ലതും കഴിച്ചിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടും. ആ വലിയ കാര്യത്തിൽ തന്നെയാണ്. ഒരാഴ്ച വരെ മാക്സിമം ഉണ്ടായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവന്മാരെ സ്വഭാവം മാറി, അവന്മാർ മാറ്റി. ഞാൻ അറിഞ്ഞില്ലായിരുന്നു, മാറ്റിയ കാര്യം ഞാൻ അറിഞ്ഞില്ല. ഞാൻ അവിടെ പിന്നെ പിറ്റേ ദിവസം ഇതുപോലെ വർക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ട് 5 ഓവർ എടുത്തിട്ട് മാറുന്നില്ല. റെഡ് കാർഡ് ഇതിൽ മൈൽ സ്റ്റോണേ ആവുന്നില്ല, ഒരു അനക്കവും ഇല്ലാതെ നിൽക്കുന്നു. അപ്പോഴാണ് നോക്കിയപ്പോൾ അതെടുത്ത് മാറ്റി. ഫുൾ ടൈം നിന്നാലേ കിട്ടുള്ളൂ. അതായത് രാവിലെ തൊട്ട് രാത്രി ഒരു 10 മണിയൊക്കെ ആവും. ആ ഒരു ടൈമിൽ നിന്നാൽ മാത്രമേ കിട്ടൂ. അതാണ് വിഷയം. കഴിച്ചപ്പോൾ ഫൈനലി നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ. നോക്കട്ടെ, നമ്പർ നോക്കട്ടെ എത്രയാണ്. കഴിച്ച് നമ്മൾ ഫുഡ് ഇട്ട് ഹൗസ് നമ്പർ കണ്ടില്ല. ശകലം അത് വെള്ളം നനഞ്ഞതാണ്. അവിടെ നിന്ന് എടുത്തപ്പോഴേ ലീക്കായതല്ല, അവിടെ വെള്ളം നനഞ്ഞതാണ്. പേപ്പർ ആയതുകൊണ്ട് പെട്ടെന്ന്. ഓക്കെ, നമ്മൾ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ 41 രൂപയാണ് കിട്ടിയത്. ലഞ്ച് ബോക്സ് ആണ് കേട്ടോ, ലഞ്ച് ബോക്സ്. റോഡൊക്കെ എന്നേ ഇങ്ങനെ നടക്കുന്നത്, പെട്ടെന്ന് ശരിയാകും. എടാ പറയാ, ഇത് എത്ര പറഞ്ഞു. ഏകദേശം നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നോക്കണത് ഐറ്റം എന്ന് പറയണത് മഷ്റൂം ജംബോ മസാലയാണ്. ഗായ്സ്, അപ്പോൾ നമ്മൾ ഓർഡർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 30 രൂപയാണ് നമുക്ക് കിട്ടിയത്. കസ്റ്റമർ ലൊക്കേഷൻ ഇൻകറക്റ്റ് ആയിരുന്നു കേട്ടോ. ക്യാമറ ഓഫായിരുന്നു, ചാർജ് ഓഫായി പോയി. ഇപ്പോൾ ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഓർഡർ നമുക്ക് അടിച്ചിട്ടുണ്ട്. സംസം റെസ്റ്റോറൻ്റ് ആണ്, YMR. അപ്പോൾ വിശക്കണം കേട്ടോ നല്ലപോലെ. നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. സംസം YMR ആണ് കേട്ടോ. ഓക്കെ, ഇതുവരെ റെഡി ആയിട്ടില്ല. ചിലപ്പോൾ അപ്പുറത്ത് വരും കേട്ടോ, അല്ലെങ്കിൽ ഇവിടെ വരും, അല്ലെങ്കിൽ ഇവിടുന്ന് എടുക്കേണ്ടി വരും. 0989 YMR ആണ് കൊടുത്തേക്കുന്നത്. അവിടെയാണ്. അപ്പോൾ നമ്മൾ ഐറ്റം എന്ന് പറയണത് 2 പീസ് ബ്രെഡ് ടോസ്റ്റും സ്ക്രാമ്പിൾഡ് എഗ്ഗുമാണ് കേട്ടോ. കൊടുക്കാനുള്ളത് റിച്ച് മൗണ്ട് അപ്പാർട്ട്മെൻറ്റ് ശാസ്തമംഗലമാണ്. റിച്ച് മൗണ്ട് അപ്പാർട്ട്മെൻറ്റ് ശാസ്തമംഗലം. ഇവിടുന്ന് 3.6 കിലോമീറ്റർ ഉണ്ട്. മൂന്നിടി കൊണ്ടുപോകണം ഇതിലേന്. ഇപ്പം 3 ഇടിയാണ് കൊടുക്കാനുള്ളത്. ആരുമില്ലേ? ശരി, ഓ ഗൈസ്. അപ്പം നമുക്ക് ടോട്ടൽ നമുക്ക് കിട്ടിയെന്ന് പറയുന്നത് 386 രൂപയും പിന്നെ ഒരു 40 രൂപ ടിപ്പും കൂടെ കിട്ടിയിട്ടുണ്ട്. 10 ഓവർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 80 കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുണ്ട്. ഓവർ ഉണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഒരു 12 മണിക്ക് ശേഷം ഓവർ എത്തി കമ്മിയായത്. രാവിലെ ഓവർ ഉണ്ടായിരുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ, ശരി. ഗൈസ്, അപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടിയത് 284 രൂപയാണ്. പിന്നെ ഒരു 40 രൂപ ടിപ്പ് കിട്ടിയിട്ടുണ്ട്. 10 ഓവർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ഓടിയ കിലോമീറ്റർ ഒരു 85-90 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ
അപ്പം അടുത്ത വീഡിയോ ഇട്ടുണ്ട്.